എല്ലാവരും റെഡിയല്ലേ? പരീക്ഷയ്ക്കൊക്കെ റെഡിയല്ലേ? സോ നമ്മൾ കുളും പൊട്ടൻഷ്യലാണ് ആദ്യം ഡിസ്കസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് അത് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം കുളും പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇതാണ് V = -1/4πε0. അത് ഇട്ടിട്ടില്ല. Then Z E²/R, where Z is the atomic number. ഓക്കെ, അപ്പൊ ഇതില് Z ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ Z = 1 ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസായിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? 1/4πε0 ഇട്ടിട്ടില്ല. അപ്പൊ കാൽക്കുലേഷൻ വരുമ്പോൾ അത് ഇടേണ്ടി വരും. ആക്ച്വൽ കാൽക്കുലേഷൻ വരുമ്പോൾ അത് ഇടേണ്ടി വരും കേട്ടോ. So this is one of the very important potential, which is central potential or radial potential. We call it as central or radial potential. In many cases, you can apply this potential. Not only in the case of electrons outside the nucleus, or inside the nucleus also you can apply a similar potential like this. So this problem is very important, central potential or Coulomb potential. Okay, so it will since this is a radial potential or central potential, we already have the equation for the radial equation. Okay, this is already we have written earlier, d²W/d ρ² plus 2 into L+1/ρ-1 dW/d ρ, first derivative, second derivative, then V divided by E minus 2 into L+1/ρ into W equal to 0. So second derivative, first derivative, then W equal to 0. 3 terms. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ്, then derivative without derivative W, then along with the second derivative there is a constant, along with the W there is also the potential term, which is a variable. Okay, because R comes here, this is a variable term. Okay, now you just substitute some ഇതിന്റെ കൂടെ ഹൈഡ്രജൻ ആറ്റം ആവുമ്പോൾ എന്തൊക്കെ വരും? ഇത് R റേഡിയൽ വേവ് ഫംഗ്ഷൻ ആണ്. അതിന്റെ കൂടെ തീറ്റ ഫൈയും കൂടിയിട്ടുള്ള സ്പെറിക്കൽ ഹാർമോണിക്സ് കൂടെ വരും. അപ്പോഴാണ് ഹൈഡ്രജൻ ആറ്റം ആവുള്ളൂ. R θ φ ഓർക്കുണ്ടാവും അല്ലെ? അതിൽ ഇത് റേഡിയൽ R ടേം മാത്രമാണ്, ആറിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ് ഇത്. സ്പെറിക്കൽ ഹാർമോണിക്സ് ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ അതും കൂടെ ആഡ് ചെയ്താലാണ് ഹൈഡ്രജൻ ആറ്റം ആവുള്ളൂ. So now we are considering only the Coulomb potential or the radial wave function. ഇനി ഇതിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയൊക്കെ നടത്താം. ρ0 ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, -2m/e റൂട്ട് then Z E²/h ക്രോസ്, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ എഴുതാം, Z ആൽഫ എന്നാക്കിയിട്ട് എഴുതാം, വേറെ ആൽഫ ഈക്വൽ ടു E²/h ക്രോസ് C ഈക്വൽ ടു 1/137. ഈ 1/137 നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആണ് അത്. വളരെ, അപ്പൊ അതുകൊണ്ട് അതിനെ മാത്രം നമ്മൾ ഇതിൽ ആൽഫ എന്ന് വിളിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അതിന് പല രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഓക്കെ, അപ്പൊ നമ്മുടെ BSc ഓൾറെഡി നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതായിരിക്കും. അവിടെ നിങ്ങൾ ഇതിനെ ഏത് ഫോർമാറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യണേ? ഓർക്കുണ്ടോ ആരെങ്കിലും? ഹൈഡ്രജൻ ആറ്റത്തിലെ റേഡിയൽ പാർട്ടിനെ നമ്മൾ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണേ? ഓർക്കുണ്ടോ? ഇല്ല സർ. നിങ്ങൾ BSc പഠിച്ചതാണ്. ഇപ്പൊ നമ്മൾ ചെറിയ വ്യത്യാസത്തിലാണ് പഠിക്കുന്നത്.
ഞാൻ കാണിച്ചു തരാം. ഇത് അത്ര ഈസി അല്ല ഇത് സോൾവ് ചെയ്യാൻ, ആർ ടേം. അതുകൊണ്ട് മിക്കവാറും എല്ലാ ബുക്കിലും അത് ഉണ്ടാവില്ല. നമ്മൾ ഫൈ ടേമും അതുപോലെ തീറ്റ ടേമും നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, അതത്ര പ്രശ്നമില്ല. ഫൈനെ നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. തീറ്റാനെ നമുക്ക് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽസ് ഫോമിലേക്കായിട്ട് സോൾവ് ചെയ്യാം. ഈ റേഡിയൽ പാർട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് അത്ര ഈസി അല്ല. ഓക്കെ, അതിവിടെ നിങ്ങൾ BSc പഠിച്ചാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. BSc പഠിച്ചതാണ് കേട്ടോ അത്. ഇതാണ് നമ്മുടെ റേഡിയൽ പാർട്ട്. അതിൽ നമ്മൾ ഉണ്ടല്ലേ കൂളും പൊട്ടൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -e²/4πε0r. പിന്നെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നടത്തി നമ്മൾ അവസാനം അതിനെ ഒരു ഈ ഫോർമാറ്റിലേക്ക് മാറ്റും. 1/ρ², കണ്ടില്ലേ? ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റും. ഇതാണ് BScക്ക് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾ അവിടെ നമ്മളത് സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിന്റെ റിസൾട്ട് മാത്രമാണ് BScക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ക്വാണ്ടം നമ്പേഴ്സിന്റെ എല്ലിന്റെ നമുക്ക് അലൗഡ് വാല്യൂസ് കിട്ടും. അതുപോലെ എന്നിന്റെയും അലൗഡ് വാല്യൂസ് കിട്ടും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന്റെ ഒക്കെ അലൗഡ് വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത്രേ നമ്മളെ BScക്ക് പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ കടന്ന് കുറച്ചും കൂടെ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ റോ കൊണ്ട് റോ കൊണ്ട് ത്രൂ ആയിട്ട് മൾട്ടിപ്ലൈയും ചെയ്യാം. ഇവിടെ അപ്പൊ ഇവിടെ റോ വരും, ഈ റോ വെട്ടിപ്പോവും, ഇവിടെ റോ വരും, ഇവിടെ റോ വരും, ഈ റോ വെട്ടിപ്പോവും, അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടും. റോ ഇൻറ്റു d²w/d², 2 ഇൻറ്റു l+1 - റോ dw/d റോ, പ്ലസ് ഇവിടെ ഇങ്ങനെ ഒരു ടേം വരും, റോ v/e എന്ന് വരും. ആക്ച്വലി ഈ റോ v/e നമുക്ക് ഈ റോ 0 ആയിട്ട് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആക്ച്വലി റോ 0 എന്ന് വിളിക്കാം. അത് നമ്മുടെ ഈ മുമ്പ് എഴുതിയ ഇത് തന്നെയായിട്ട് മാച്ച് ചെയ്യും. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി KR എന്ന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആറാണ് ശരിക്കും ആക്ച്വലി നമ്മുടെ വേരിയബിള് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ. പക്ഷെ നമ്മൾ അതിനെ റോ = KR എന്നുള്ള ഫോമിലേക്ക് നമ്മളൊരു ചേഞ്ച് ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ റോയുടെ ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷൻ ഇതിൽ റോ ആണല്ലോ. ഓക്കെ, അതുപോലെ E = h²² അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ അതിനെ നമ്മൾ ആക്ച്വലി ഈ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇതൊക്കെ? അങ്ങനെ ജസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, ഇനി ഈ എഴുതിയ ഇക്വേഷനെ നമുക്ക് ഈ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് റോ d²w/d² നമുക്ക് ഈ x ഇൻറ്റു d²f/dx² എന്നുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് x = 2 റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഇതിലത്തെ 2 ഈ 2 ഇൻറ്റു l+1 നമ്മൾ c എന്ന് കൊടുക്കുക. ഇതിന് 2 ഇൻറ്റു l+1 നമ്മൾ c എന്ന് കൊടുക്കുക. അതുപോലെ ഈ എഴുതിയ 2 ഇൻറ്റു l+1 മൈനസ് റോ 0 നമ്മൾ 2a എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഈ മൊത്തം സ്ക്വയർ ബ്രാക്കറ്റിലുള്ള മൊത്തം ടേമിനെ നമുക്ക് -2a എന്ന് വിളിക്കാൻ പറ്റും. -2a ഇതിന്. അപ്പൊ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷൻ ഈ ഫോമിലേക്ക് മാറും.
എക്സ് ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ. ഇപ്പൊ ഡബ്ല്യുവിന് പകരം എഫ് കേട്ടാണ്. ഇവിടെ ഡബ്ല്യു ആണ് ഡബ്ല്യു ഓഫ് റോ, ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് മാത്രമല്ല, എഫ് വേറെ കുറെ വാരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സി മൈനസ് എക്സ് ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എ എഫ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിനെ ഈ ഫോർമാറ്റിനെ നമ്മൾ ഇതിലേക്ക് റെഡ്യൂസ് ചെയ്യാം. ഇതുപോലെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇക്വേഷന്റെ ഈ എഫിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഓക്കെ, ഇതിന്റെ സൊല്യൂഷനാണ് എഫ്. ഈ സൊല്യൂഷനായ എഫിനെ വിളിക്കുന്ന പേരാണ് കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഫംഗ്ഷൻ. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ അത്? കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഫംഗ്ഷൻ എന്നാണ് അതിനെ വിളിക്കുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനായ എഫിനെ വിളിക്കുന്ന പേരാണ് കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഫംഗ്ഷൻ. എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, അപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന്റെ ആ എഫിന്റെ ഇക്വേഷൻ ഇതാണ്. എഫ് ആക്ച്വലി എയിനും ഇപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എയിനും സിനും എക്സിനും ഡിപ്പെൻഡ് ചെയ്യും എഫ്. സോ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ, സി ആൻഡ് എക്സ്. ഈ മൂന്നെണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതൊരു സീരീസ് ആണ് ആക്ച്വലി. അതിന്റെ എക്സ്പ്രഷൻ ഇതാണ്: 1 പ്ലസ് എ ബൈ സി എക്സ് ബൈ എൽ ഫാക്ടോറിയൽ പ്ലസ് എ ഇൻറ്റു എ പ്ലസ് 1 ബൈ സി ഇൻറ്റു സി പ്ലസ് 1 എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അപ്പൊ ഇത് 1 ആണ്. 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അങ്ങനെ പോകും. എൽ അല്ലത് 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അങ്ങനെ പ്ലസ് എക്സിട്ര. ദാറ്റ് ഈസ് എ സീരീസ്. ഈ കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഫംഗ്ഷന്റെ അതൊരു സീരീസ് ആണ് അതിന്റെ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ ഇതുപോലെ ഇരിക്കും. ഓക്കെ, സോ ഡബ്ല്യു ഓഫ് റോയിനെ, അതായത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലുള്ള ഈ ഡബ്ല്യു ഓഫ് റോ ആണത്. ഡബ്ല്യു ഓഫ് റോയിനെ നമുക്ക് എഫ് ഓഫ് ഡബ്ല്യുവും എഫും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഡബ്ല്യുവിനെ എഫ് ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്യണം: എഫ് ഓഫ് എൽ പ്ലസ് 1 മൈനസ് റോ 0 ബൈ 2. അതാണ് എ. അതുപോലെ സി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് 1. അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ 2 റോ. ഇതുപോലെ റീപ്ലേസ് ചെയ്താലാണ് ഡബ്ല്യുവും എഫും തമ്മിലുള്ള കണക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇത് അത്ര ഈസി അല്ല, എന്നാലും ഞാൻ പറയണു. സോ ആക്ച്വലി ഇതിങ്ങനെ ഹയർ വാല്യൂ ഓഫ് എക്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ റോ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഈ സീരീസ് വലുതായി വരും, ഡൈവേർജ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അങ്ങനത്തെ സീരീസ് നമുക്ക് വലിയ ഉപകാരമില്ല. നമുക്ക് കൺവെർജിങ് സീരീസുകളാണ് വേണ്ടത്. അപ്പൊ അത് കൺവെർജ് ചെയ്യുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് എവിടെയെങ്കിലും ടെർമിനേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കണം. ആ കണ്ടീഷനാണ് എ പ്ലസ് എൻ ഈക്വൽ ടു 0 ഓർ എ ഈക്വൽ ടു മൈനസ് എൻ. ആ കണ്ടീഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സീരീസ് ഒന്നോ രണ്ടോ ടേംസിൽ കഴിയുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് സീരീസ് വലുതായി പോവും, അത് ഡൈവേർജിങ് സീരീസ് ആയിട്ട് മാറും. അപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ എ ഈക്വൽ ടു മൈനസ് എൻ ഇതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? മൈനസ് 2n എന്നാവും. മൈനസ് 2n ഈക്വൽ ടു ദിസ് വൺ 2 ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് റോ 0 എന്നാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഇത്. റോ 0 ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് എൻ എന്ന് കിട്ടും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും. റോ 0 ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് എൻ അല്ലെങ്കിൽ എൻ പ്ലസ് എൽ പ്ലസ് 1, വേർ
capital N equal to 0, 1, 2, etc. Small l equal to 0, 1, 2, etc. ഓക്കെ, ഇതൊക്കെ ഈ നമ്പേഴ്സ് ഒക്കെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഡിഫൈൻ ചെയ്യാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is defined as small n equal to capital N plus L plus 1. ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണ്, n plus L plus 1. അതായത് ഈ n-ഉം L-ഉം പ്ലസ് 1-ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയ n കിട്ടും. അത് 1, 2, 3 എക്സെട്ര എന്ന് കിട്ടും. നമ്മുടെ KLM ഓർബിറ്റ്സ് അങ്ങനെ കിട്ടും. വേറെ L equal to 0, 1, 2 എക്സെട്ര up to n-1. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. L can vary from 0 to n-1. n വാല്യൂസ് ഉണ്ടാവും, പക്ഷെ n-1-ൽ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഡയറക്റ്റ് നമുക്ക് എല്ലാം സോൾവ് ചെയ്ത് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. പക്ഷെ നമ്മൾ പഠിച്ച റിസൾട്ട് ഒക്കെ ഏകദേശം അതിൽ കിട്ടും. സോ റോ 0 ഈക്വൽ ടു 2n. അതായത് ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള ടേമാണ് നമ്മുടെ സ്മോൾ n, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എഴുതാം റോ 0 ഈക്വൽ ടു 2 ഇൻറ്റു സ്മോൾ n എന്ന് എഴുതാം. ഇതാണ് സ്മോൾ n. റോ 0 ഈക്വൽ ടു 2n. സോ റോ 0 സ്ക്വയർ എത്രയാണ്? റോ 0 സ്ക്വയർ നമ്മൾ ഓൾറെഡി റോ 0 മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് റോ 0. അപ്പൊ ഇതിന്റെ റോ 0 സ്ക്വയർ എടുക്കുക. അപ്പൊ ഇവിടെ മൈനസ് ഈ ക്വാണ്ടിറ്റി വരും. ഇത് ഇസഡ് സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ കിട്ടും. സോ അതിന്റെ 2n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4n സ്ക്വയർ എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് ഈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, മൈനസ് ഹാഫ് MC സ്ക്വയർ ഇസഡ് സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ n സ്ക്വയർ എന്ന് എഴുതാം. അതിൽ ഇസഡ് സ്ക്വയറും n സ്ക്വയറും മാറ്റി നിർത്തി ബാക്കിയുള്ളതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു ഇസഡ് സ്ക്വയർ ബൈ n സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഇസഡ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ 1 ആണ്. അപ്പൊ അത് 1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 സ്ക്വയർ 1 ആയിട്ട് പോയി. സോ മൈനസ് 13.6 EV ഇലക്ട്രോൺ വോൾട്ട് ബൈ n സ്ക്വയർ എന്ന് കിട്ടും. വേറെ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതില് പറയണുള്ളൂ. അപ്പൊ എനർജി ഐഗൻ വാല്യൂസ് നിങ്ങൾക്ക് E1 കിട്ടണമെങ്കിൽ n ഈക്വൽ ടു 1 ഇടുക, E2 കിട്ടണമെങ്കിൽ n ഈക്വൽ ടു 2 ഇടുക. അങ്ങനെ ഓരോ എക്സൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എനർജീസും നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈക്വൽ ടു 1 ആണ്. അപ്പൊ L ഈക്വൽ ടു എത്രയാവും? L ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മൾ S ഓർബിറ്റ് എന്ന് പറയുന്നത്. S ഓർബിറ്റൽ n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ K ഓർബിറ്റ്, n ഈക്വൽ ടു 1 L ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ S ഓർബിറ്റൽ, സ്പെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള S ഓർബിറ്റൽ. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. n ഈക്വൽ ടു 1 L ഈക്വൽ ടു 0 ആണ് ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ റോ ഈക്വൽ ടു KR ആണ് നമ്മൾ അങ്ങനെ മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വേർ K ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 2me ബൈ h ക്രോസ് സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് നമ്മൾ സ്ക്വയർ എടുക്കണ്ടാവും. സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു A0 ഈക്വൽ ടു h ക്രോസ് ബൈ MC ആൽഫ എന്ന് കിട്ടും, ഓർ h ക്രോസ് സ്ക്വയർ ബൈ me സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊരു ഈ A0 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ബോർ റേഡിയസ്. അതായത് ഒരു ഇലക്ട്രോണിന്റെ സൈസ് ആണ് ആക്ച്വലി ബോർ റേഡിയസ്. അതിന്റെ വാല്യൂ ആക്ച്വലി 0.53 ആങ്സ്ട്രോത്തിന്റെ അടുത്ത് വരും. ഇതൊക്കെ നമ്മുടെ
തിയറി എക്സ്പെരിമെന്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഐഡിയകളാണ്. A0 നമുക്ക് അപ്പോൾ ഒരു ഏറ്റവും ലോവർ സ്കെയിലിൽ ഒരു ലോവർ ലെവലിൽ ഒരു സ്കെയിൽ കിട്ടി നമുക്ക് A0. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ സൈസ് ആണത് A0. കാരണം ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഉള്ളൂ, അപ്പോൾ ആ ഇലക്ട്രോണിന്റെ സൈസ് ആണ് അത് 0.53 ആങ്സ്ട്രോം, which is the smallest radius of the smallest size of an atom, hydrogen atom. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്കെയില് നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ വേറൊരു ഇതിൽ കിട്ടുന്ന ഒരു ഇൻഫറൻസ്. ഏറ്റവും മൈക്രോസ്കോപ്പിക് വേൾഡിൽ നമുക്ക് മെഷർ ചെയ്യാനുള്ള മെഷർമെന്റ്സ് നടത്താനുള്ള ഒരു സ്കെയിൽ കിട്ടും, ബോർ റേഡിയസ്. അതിന്റെ ടേംസിലാണ് പിന്നെ നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുക. നമ്മുടെ സാധാരണ വേൾഡിലാണെങ്കിൽ നമ്മൾ സാധാരണ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യില്ലേ, അതുപോലെ മൈക്രോസ്കോപ്പിക് വേൾഡിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലോവർ മെഷറാണ് ഇത് A0. നൗ ഡീജനറസി, ഓരോ സ്റ്റേറ്റിന്റെയും ഡീജനറസി, ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ഫസ്റ്റ് എക്സൈഡ് സ്റ്റേറ്റിന്റെ ഡീജനറസി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ ഓവർ L equal to 0 to n-1 2L plus 1 equal to n square എന്ന് കിട്ടും. അത് നിങ്ങൾ BSc പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കണ്ട. BSc പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, അതിലൊരു എക്സാമ്പിൾ ഇതെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ n വാല്യൂവിന് ഓക്കെ, ഒരു പർട്ടിക്കുലർ L വാല്യൂവിന് 2L plus 1 m വാല്യൂസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു L വാല്യൂ എടുത്തു കഴിഞ്ഞാൽ n അല്ല കേട്ടോ, ഒരു n-ന് 0 to n-1 വരെയുള്ള L വാല്യൂസ് ഉണ്ടാവും. ഒരു L വാല്യൂവിന് 2L plus 1 m വാല്യൂസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഡീജനറസിയുടെ ഒരു മെഷർ. അതിനെ നമുക്ക് n സ്ക്വയർ എന്ന് കിട്ടും. ഇത് BSc പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓരോ സ്റ്റേറ്റും n സ്ക്വയർ ഡീജനറേറ്റ് ആയിരിക്കും. n equal to 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നോൺ ഡീജനറേറ്റ് ആണ്. 1 സ്ക്വയർ 1 തന്നെയാണ്. n equal to 2 ആകുമ്പോൾ എത്ര ഡീജനറസി? 4 ആയി. ഏതൊക്കെയാണ്? 2s-ഉം 2p. 2pയിൽ 3 ഉണ്ട് അല്ലെ, 2px 2py 2pz. അറിയാലോ, 2s ഒരെണ്ണം, pയിൽ 3. അങ്ങനെ 4 സ്റ്റേറ്റ്സ് ഉണ്ടാവും n equal to 2ൽ. So that is the degeneracy expression for degeneracy. അതിങ്ങനെ കിട്ടുന്നത് എങ്ങനെയാണ്? summation over L equal to 0 to n-1 2L plus 1 m values എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n square എന്ന് കിട്ടും. And that is due to the symmetry of the Coulomb potential. That degeneracy is due to the symmetry property of the Coulomb potential. So that is the end of this section. Now hydrogen atom wave function. Psi NLM. 3 quantum number വരും. NLM of R. Or this is psi NLM of X. X അല്ല. Yes, psi NLM of X equal to ഇതാണ് സൊല്യൂഷൻ. വേവ് ഫംഗ്ഷൻ റേഡിയൽ പാർട്ട് R, capital R, which is a function of small r. അതിൽ നിന്ന് വരുന്ന ക്വാണ്ടം നമ്പേഴ്സ് ആണ് n-ഉം l-ഉം ഒക്കെ. Okay, now this is the spherical harmonics YLM theta phi. Spherical harmonics in വരുന്ന ക്വാണ്ടം നമ്പേഴ്സ് ആണ് l-ഉം m-ഉം ഒക്കെ. Okay, so this is the total wave function R into YLM theta. Capital R radial part, capital Y spherical harmonics. Okay, അപ്പോൾ ഈ ആറിലാണ് ശരിക്കും പറഞ്ഞാൽ ആറിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിന്റെ
എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ പോലെയുള്ള ഇഫക്റ്റുകൾ നടക്കുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ് അല്ലേ. തീറ്റ ഫൈയിൽ നടക്കുന്നത് റൊട്ടേഷൻ മാത്രമാണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്പെറിക്കൽ ഹാർമോണിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇലക്ട്രോണിന്റെ റേഡിയൽ മോഷനാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ സംഗതികളും ലോകത്തിൽ നടക്കാനായിട്ടുള്ള ഒരു റീസൺ ഈ എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻ ആണ്. അപ്പൊ റേഡിയൽ പാർട്ട് വേവ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഈ ക്യാപിറ്റൽ ആറിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ച നമുക്ക് റിസൾട്ടുകളിൽ നിന്നൊക്കെ ഇത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് അത്ര ഈസി അല്ലാത്തത് കൊണ്ട് ബുക്കിൽ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും സ്കിപ്പ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ക്യാപിറ്റൽ ആർ. ആർ എൻ എൽ ഈക്വൽ ടു 1/2L + 1 ഫാക്ടോറിയൽ. സോ ഇതൊരു ജനറിക് എക്സ്പ്രഷൻ ആണ് കേട്ടോ. നിങ്ങൾ വേറെ ബുക്കിൽ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ കോൺഫ്ലുവൻ ഹൈപ്പർ ജോമെട്രി ഫംഗ്ഷന് പകരം തങ്കപ്പനിൽ വേറെ ഫംഗ്ഷൻ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ലാഗർ ഫംഗ്ഷൻ ആണെന്നോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ എക്സ്പ്രഷനിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ജനറൽ ഇക്വേഷൻ ഫോർ എന്നിനും എല്ലിനും നിങ്ങൾ ഇപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ 1 0 കൊടുത്താൽ എന്ത് കിട്ടും? ഗ്രൗണ്ട് സ്റ്റേറ്റ് കിട്ടും. അപ്പൊ അതനുസരിച്ച് എന്നിനും എല്ലിനും ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്നിന് 2ഉം എല്ലിന് 0യും കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത 2s സ്റ്റേറ്റ് കിട്ടും. 2sന്റെ വേവ് ഫംഗ്ഷൻ കിട്ടും, റേഡിയൽ വേവ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഇതാണ്: 1/2L + 1 ഫാക്ടോറിയൽ 2 × ZR/NA0 Z ഈക്വൽ ടു 1 ഇടണം ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ. then e to the power of minus ZR/NA0. Z 1 ഇടണം, A0 എന്ന് പറഞ്ഞാൽ ബോർ റേഡിയസ് ആണ്. then ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഇതില് ഈ സംഭവമാണ് കേട്ടോ e to the power of. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എക്സ്പോണൻഷ്യലി മൈനസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ബാക്കിയെല്ലാം താഴെ കിടക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ വേവ് ഫംഗ്ഷന്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി. e to the power of minus ZR/NA0. Z1 ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ പിന്നെ n ഈക്വൽ ടു 1 2 3 ഇട്ട് പോവാം. നമുക്ക് ഇവിടത്തെ അനുസരിച്ചിട്ട് 1 2 3 ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 ആണെങ്കിൽ -R/A0 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷൻ. e to the power of minus R/A0. then into 2Z/NA0 whole cube n plus L factorial 2n into n minus L minus 1 factorial all to the power of half root into f. നമ്മുടെ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ജോമെട്രിക് കോൺഫ്ലുവൻ ഫംഗ്ഷൻ എഫിന്റെ ആ സീരീസിന്റെ ഇത് കൂടെ എഴുതണം നമ്മൾ. അതിൽ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ 3 ക്വാണ്ടിറ്റീസ് പറഞ്ഞില്ലേ, ആ 3 ക്വാണ്ടിറ്റീസ് -n + L + 1 then 2L + 2 then 2ZR/NA0 ആ വാല്യൂസ് കൊടുത്തിട്ട് വേണം നമ്മൾ ആ സീരീസ് എഴുതാനായിട്ട്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ഇനി ഇതിന്റെ വേണമെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ 2 ഗ്രാഫും കൂടി ഉണ്ട്. അതും കൂടെ വരച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗ്രാഫ്. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. e to the power of minus R/A0. ബാക്കി ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കുറെ വരും. അതിന്റെ കൂടെ e to the power of minus R/A0 എന്ന് പറയുന്ന ഗ്രാഫ്, എക്സ്പോണൻഷ്യൽ ഗ്രാഫ്, ഇത് ഇങ്ങനെ വരും. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. അപ്പൊ അതിൽ നോഡ് ഉണ്ടായിരിക്കില്ല, സീറോ നോഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് എക്സൈറ്റഡ് വേവ് ഫംഗ്ഷൻ, അതും കൂടെ ഈ രണ്ടാമത്തെ ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, അതിൽ ഒരു നോഡ് ഉണ്ടാവും. കണ്ടില്ലേ, ഇവിടെ ഈ എക്സ് ആക്സിസ് ആയിട്ട് ഇവിടെ ക്രോസ് ചെയ്യണമുണ്ടല്ലോ, ഒരു നോഡ് ഉണ്ടാവും. അങ്ങനെ ഓരോ
ഹയർ സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോഴും നോഡുകൾ ഓരോന്നായിട്ട് കൂടി കൂടി വരും. ക്ലിയർ അല്ല? ഇ ടു ദ പവർ ഓഫ് മൈനസ് ഫംഗ്ഷൻ തന്നെയായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അതെങ്ങനെ പോകുന്നു എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും കൂടെ തീരുമാനിക്കും. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷൻ. ഒരു നോഡ് വിത്ത് വൺ നോഡ്. അടുത്തത് വരയ്ക്കുമ്പോൾ 2 നോഡ് വേണം. ഓക്കെ, അത് തങ്കപ്പനിൽ വരച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാം, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇപ്പൊ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ്, നോക്കൂ, കണ്ടില്ലേ? ഇതാണ് തങ്കപ്പനിലെ വരച്ചിരിക്കണ ഗ്രാഫ്. ഇതില് റേഡിയൽ വേവ് ഫംഗ്ഷൻ, ഇതിലും അതുപോലൊക്കെ തന്നെ കണ്ടില്ലേ, ഡീജനറസി n സ്ക്വയർ. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇക്വേഷനെ അസോസിയേറ്റഡ് ലേഗർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് ഇവർ കൺവേർട്ട് ചെയ്യുന്നത്. അതൊക്കെ തമ്മിൽ റിലേറ്റഡ് ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അസോസിയേറ്റഡ് ലേഗർ പോളിനോമിയൽ ഇതിലാണ് നോക്ക്, കണ്ടില്ലേ? ഇതിലിപ്പോ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്, കണ്ടില്ലേ? ഇവിടെ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് മുകളിലേക്ക് പോയിട്ട് പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ട് താഴേക്ക് വരുന്ന, ഇവിടം വരെ എത്തി അവസാനിക്കുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. അപ്പം നമ്മുടെ ഈ സക്കുറയില് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഭാഗമില്ല, വെറുതെ ഇങ്ങനെ താഴ്ത്തേക്ക് ഈ എക്സ്പോണൻഷ്യൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഈ y ആക്സിസ് കുറച്ചും കൂടി നീക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള ഗ്രാഫ് കിട്ടും. ഇതിൽ 2s ഏതാണ്? ഇതാണ്, കണ്ടല്ലേ? ഇവിടെ വരുമ്പോ അതെ ഒരു നോഡ് ഉണ്ടാവും 2s. കുറച്ചും കൂടി പോയിട്ട് ഇത് ഇങ്ങനെ വരും. ഇവിടെയാണ് ഇതിന്റെ ഫസ്റ്റ് എക്സൈറ്റഡിന്റെ നോഡ് ഇതാണ്. പിന്നെ അത് ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഇത് ഇങ്ങനെ വരും. ഇത് നോഡല്ല കേട്ടോ, ഇതങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് അസിംപ്റ്റോട്ടിക് ആയിട്ട് പോകുന്ന ഏരിയ ആണ്. ഇതാണ് ഇതിന്റെ നോഡ്. ഓരോന്നിനും 2 നോഡ്, പിന്നെ ഓരോ സ്റ്റേറ്റ് പോകുന്നതോട് നോഡിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അടുത്തന്നെ ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്, 2 നോഡുണ്ട്. ഓക്കെ, ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ഗ്രാഫാണ്, കാരണം ഇതാണ് റേഡിയൽ വേവ് ഫംഗ്ഷന്റെ പ്ലോട്ട്. റേഡിയൽ വേവ് ഫംഗ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ആറ്റത്തിന്റെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നത് റേഡിയൽ വേവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ പ്ലോട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് മിക്കവാറും എല്ലാ ബുക്കിന്റെയും ഒക്കെ കവർ പേജിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫിഗർ ഇതാണ്. നിങ്ങൾക്ക് MSc കഴിയുന്നതിന് മുമ്പ് ഈ ഫിഗറൊക്കെ ഒന്ന് നിങ്ങൾക്ക് പൈത്തണിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് വലിയ കാര്യമാണ്. ഈ റേഡിയൽ ഇക്വേഷനെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുക, റേഡിയൽ വേവ് ഫംഗ്ഷൻ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇതുപോലെ പ്ലോട്ടുകൾ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. ഈ ഇക്വേഷൻ ആണ് അതിന്റെ റിസൾട്ട് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ?